നീ എത്ര വർഷം ഇങ്ങനെ കൂടി തുടങ്ങിയിട്ട്? 6 വർഷമായി. കൈ മുറിച്ച നിന്നോട് ആര് പറഞ്ഞു ഇവിടെ മുറിച്ച ചാവുമെന്ന്? നിന്നെ 2 പിള്ളാരും നിന്റെ ഇടത്തും വലത്തും നിൽക്കും. നീ ഇവിടെ ആരാധനയ്ക്ക് അവരെ കൊണ്ടുവരും. നീ എത്ര വർഷം ഇങ്ങനെ കൂടി തുടങ്ങിയിട്ട്? 6 വർഷമായി. ഇനി നമ്മൾ കുടിക്കുന്നില്ല. ഇതെന്നാ പറ്റിയ? കൈ മുറിച്ച നിന്നോട് ആര് പറഞ്ഞു ഇവിടെ മുറിച്ച ചാവുമെന്ന്? ഇവിടുത്തെ മുറിച്ച ചാവില്ല. ഇല്ല. ഇനി എത്ര സ്റ്റിച്ചുണ്ട്? 9 സ്റ്റിച്ച്. ഇനി നമ്മൾ ചാവത്തില്ല. ചാവോ? നിന്റെ പെണ്ണുമ്പിള തിരിച്ചു വരും. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് പറയുക, നിന്റെ ഭാര്യ തിരിച്ചു വരാൻ പോവാ. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. മോനെ, നീ ഏത് പള്ളിക്കാരനാ? കത്തോലിക്കക്കാരനാ? കർത്താവിനോട് പറയുക, അവക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാ. ആവോളം നിന്നെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച. പക്ഷെ ഇതിന്റെ പുറകെ കളിക്കുന്ന 2 പേരുണ്ട്. സത്യം എന്നോട് കർത്താവ് പറയുക, ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവം ആ 2 പേരെ സന്ദർശിക്കാൻ പോവാ. കൈയൊന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് യേശുവേ എന്ന് വിളിച്ച് ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടാൻ പോവാ. നിനക്ക് എത്ര പിള്ളേരാ? നിന്നെ 2 പിള്ളാരും നിന്റെ ഇടത്തും വലത്തും നിൽക്കും. നീ ഇവിടെ ആരാധനയ്ക്ക് അവരെ കൊണ്ടുവരും. നിന്നെ ഇപ്പൊ എതിർക്കുന്ന ഒരാളുണ്ട്. ആളെ എനിക്കറിയാം, നിനക്കും അറിയാം. നീ ഒത്തിരി വിഷമിച്ചു. പക്ഷേ നിന്റെ കുടി അവരുടെ പ്രശ്നം. ശരിക്കും സത്യം. ഇനി തൊടത്തില്ല. നമ്മള് പട്ടാളക്കാരൻ ഇനി തൊടത്തില്ല. ഇല്ല. എന്നാ തിരിച്ച് പട്ടാളത്തിൽ പോന്നേ? മറ്റന്നാളത്തേക്ക് അവള് വരുമോന്ന് എനിക്ക് അറിയത്തില്ല. നീ അടുത്ത പ്രാവശ്യം ലീവിന് വരത്തില്ലേ? ലീവിന് വരുമ്പോ അവരെ ഒരുമിച്ച് നിന്റെ കൂടെ ഉണ്ടാവും. കൈ അടിച്ച് ആമീൻ പറ. യേശുവേ എന്ന് വിളിച്ച് സ്തോത്രം ചെയ്തേ. അടപ്രബലക സദ്ധര, നിന്നെ കൊല്ലാൻ കൊണ്ടുപോയതാ. നരമ്പ് കണ്ടിച്ചതും കെട്ടി തൂങ്ങിയതുമല്ല, നിന്നെ കൊല്ലാൻ കൊണ്ടുപോയതാ. നിന്റെ അമ്മയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. കൈ അടിച്ച യേശുവേ. കൊച്ചേ, ഇനി നമ്മൾ കുടിക്കത്തില്ല. നിനക്ക് എത്ര വയസ്സുണ്ട്? എടാ, നീ 28 വയസ്സാ. ചെറുപ്പക്കാരനാ. 2 നല്ല അമ്പോറ്റി പിള്ളേരുണ്ട്. അവക്ക് നിന്നോട് സ്നേഹമാ. ആണല്ലോ? ആണ്. ഇനി തൊട്ടേക്കല്ല. പറ. തൊടുത്തില്ല. ഇല്ല, മദ്യപാനം. എല്ലാരും കൈ നീട്ടി പിടിക്കുക. എടാ, അവള് പിണങ്ങിപ്പോയിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയായി. അവള് അടുത്ത ലീവിന് നാട്ടി വരുമ്പോ നിന്റെ കൂടെ അവൾ ഉണ്ടാകും. സഭയൊന്നും പ്രാർത്ഥിച്ച യേശുവേ എന്ന് വിളിച്ച് ആ കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ അവന് പറ്റത്തില്ല. അവന്റെ ഭാര്യയെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അവനെ ഈ മദ്യപാനത്തിലേക്ക് കൊണ്ടുപോയൊരു സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എന്റെ യേശു അത് പൊട്ടിച്ചു കളയാൻ പോവാ. അവന്റെ വാ കൊണ്ട് അവൻ കൺഫസ് ചെയ്ത ഇനി അവൻ മദ്യവെക്കത്തില്ലെന്ന് സഭയൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്നൊന്ന് ഉറക്ക വിളിച്ച നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ അവനെ ഒന്ന് പിടിച്ചോ. യേശുവേ എന്ന് വിളിക്കാവുന്ന എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് യേശുവിന്റെ നാമത്തിൽ അവനെ ഡിസോർഡർ ആക്കിയ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ. അവൻ മദ്യത്തിൽ തുടരുത്. ഇവൻ അത്ഭുതമാകട്ടെ. ഇവന്റെ ഭാര്യ, അവന്റെ കുഞ്ഞുങ്ങൾ അവനോട് കൂടെ ആരാധനയ്ക്ക് വരത്തക്ക പോലെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം. ഈ രാവിലത്തെ ആരാധനയിൽ അതിനെതിരെയുള്ള സകല കെട്ടും പൊട്ടട്ട. അത്ഭുതം നടക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞെ, നിന്റെ പേര് പറ. ലാലു. ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉണ്ട്. യേശു നിന്റെ കൂടെ ഉണ്ട്. കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഭാര്യ വരും. ഈ സ്റ്റേജ് കയറി